കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരവും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ പരമാവധി യോഗ്യതയുള്ള താല്പര്യമുള്ള സുഹൃത്തുക്കളിലേക്കെല്ലാം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു അവസരത്തിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരവും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. 15/12/2023 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 17/1/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 523/2023 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് കേരള PSCന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് ശമ്പളം കാണാൻ സാധിക്കുന്നതാണ്. 1,05,300 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണ്. നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും യോഗ്യതയുള്ള താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. അപേക്ഷയുടെ മെത്തേഡ് നോക്കുകയാണെങ്കിൽ, മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ, നിയമന രീതി നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങളുടെ നേരിട്ടിട്ടാണ് നിയമനം നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. എല്ലാവർക്കും അപേക്ഷിക്കാം. പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2/1/1987 1/1/2003 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ പ്രായത്തിൽ ഇളവ് ലഭിക്കും. അതുപോലെ SC/ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 5 വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതാണ് ഈ ഒരു പ്രായത്തിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കിടക്കാം. അപ്പോൾ അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രിയാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ സക്സസ്ഫുൾ കംപ്ലീഷൻ പാസ് ഓഫ് ദി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ടൂറിസം പബ്ലിക് റിലേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് ഓർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡിഗ്രിയും ഇതിലുള്ള സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി ഇത് രണ്ടുമില്ലാത്ത പക്ഷം, ഡിഗ്രിയും ഈ ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് പാസ് ഇൻ ഗൈഡ് ട്രെയിനിങ് കോഴ്സ് കണ്ടക്ട് ബൈ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് ഓർ എനി അതർ സിമിലർ കോഴ്സ് ട്രെയിനിങ് അണ്ടർ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ എനി അതർ സിമിലർ ഓർ ഹയർ ട്രെയിനിങ് കോഴ്സ് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള. ഈ ഒരു ഗൈഡിങ് കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ഗൈഡിങ് ട്രെയിനിങ് കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും PSCന്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാൻ ഏകദേശം യോഗ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയവർ കയറുമ്പോൾ, അതായത് PSCന്റെ വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാൻ കയറുമ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അതിൻ്റെ തൊട്ടടിയിലായിട്ട് ഇക്വലൻ്റ് യോഗ്യതയും കാര്യങ്ങളൊക്കെയുള്ള ഒരു PDF കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. സോ ജസ്റ്റ് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ട്രെയിനിങ് കോഴ്സൊക്കെ, അതായത് ഗൈഡ് ട്രെയിനിങ് കോഴ്സൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണ്. മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുക. വേക്കൻസി നോക്കണ്ട, നല്ലൊരു തസ്തികയാണ്. താല്പര്യമുണ്ടെങ്കിൽ, യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കുക.